ശിവൻകുട്ടി അടക്കമുള്ള BJP നേതാക്കന്മാർ കേരളത്തിൻ്റെ പൊതുവേദികളിൽ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് തൃശ്ശൂർ പൂരം അട്ടിമറിക്കപ്പെട്ടു, ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് ഒരാരോപണമായി തന്നെ ഉയർത്തിയ കാര്യമാണ്, തർക്കമൊന്നുമില്ല. അതുകൊണ്ട് ബഹളം വെച്ചതുകൊണ്ട് അതിന് കാര്യം. തൃശ്ശൂർ പൂരം അട്ടിമറിക്കപ്പെട്ടതിൽ ആരാണ്? തൃശ്ശൂർ പൂരം അട്ടിമറിക്കാൻ ശ്രമിച്ചത് ആരാണ് ഇവിടെ? സുരേഷ് ഗോപി എങ്ങനെ അവിടെ? സുരേഷ് ഗോപി തൃശ്ശൂരുണ്ട്. അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, തൃശ്ശൂർ പൂരം അട്ടിമറിക്കപ്പെടാൻ വേണ്ടി നിങ്ങളുടെ ഗവൺമെന്റ് നടത്തിയിട്ടുള്ള വലിയ നാടകങ്ങളുണ്ട്. നിങ്ങളുടെ ഗവൺമെന്റ് നടത്തുന്ന ശ്രമം നിങ്ങളുടെ ഗവൺമെന്റിന്റെ പരാജയമാണ്. നിങ്ങളുടെ ഗവൺമെന്റിന്റെ കഴിയട്ടെ. ഒരു കാര്യം, ഈ തൃശ്ശൂർ പൂരം LDF ഗവൺമെന്റ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്ന് BJP പ്രതിനിധി ആരോപിക്കുമ്പോൾ, അങ്ങനെ അട്ടിമറിച്ചാൽ എന്താണ് ഇടതുപക്ഷത്തിന് ഉണ്ടാകുന്ന നേട്ടം എന്ന് ചിന്തിക്കോ? ഒരു നേട്ടവുമല്ല. ജനസമൂഹത്തിൽ ഇവിടെ അട്ടിമറിക്കാൻ ശ്രമിച്ചത് BJP ആണ്. താങ്കളുടെ ഒരു മറുപടി കൂടി വളരെ വേഗത്തിൽ, നമ്മുടെ സമയം അവസാനിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇടപെടുന്നത്. വളരെ വേഗത്തിൽ താങ്കളുടെ ഒരു മറുപടി, ത്രിതല അന്വേഷണം കൊണ്ട് എന്തെങ്കിലും ഗുണം ലഭിക്കും? കാലയളവിൽ കഴിഞ്ഞ 8 വർഷത്തെ LDFന്റെ ഭരണത്തിൽ ആകെ കേരളത്തിൽ ഉപയോഗം ഉണ്ടായിട്ടുള്ളത് BJPക്കാർക്ക് മാത്രമാണ്, RSSകാർക്ക് മാത്രമാണ്, അല്ലാതെ പൊതുജനങ്ങൾക്ക് ഒരു ഉപയോഗവും ഉണ്ടായിട്ടില്ല. അത് BJPയുടെ വളർച്ച കേരളത്തിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ 8 വർഷ കാലയളവിൽ അവർ എന്തൊക്കെ നേടിയിട്ടുണ്ടോ അതെല്ലാം ഈ മുഖ്യമന്ത്രിയുടെ ഒത്താശയോട് കൂടിയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. BJP RSSകാർ മുഖ്യമന്ത്രിയെ ഹൈജാക്ക് ചെയ്തിരിക്കുന്നതാണ് അതിന്റെ യാഥാർത്ഥ്യം. അവർക്ക് വേണ്ടിയാണ് ഈ പറയുന്ന ന്യൂസുകളൊക്കെ ദേശീയ മാധ്യമങ്ങളിൽ വരുന്നു എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. ഇത്രയൊക്കെ പറഞ്ഞതിന്റെ പേര് അഭിജിത്തിന് സംതൃപ്തി കിട്ടുന്നെങ്കിൽ ഇരിക്കട്ടെ, തിരുത്താൻ ഞാനില്ല. ഈ നമ്മുടെ സമയം അവസാനിക്കുകയാണ്, അതുകൊണ്ട് ഞാൻ ഇടപെടുകയാണ്. ഈ ഡിബേറ്റിൽ നമുക്കിപ്പം പങ്കെടുത്ത അതിഥികൾക്ക് എല്ലാവർക്കും